ചൈനയുമായും റഷ്യയുമായും വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് അമേരിക്ക തങ്ങളുടെ ഏറ്റവും പുതിയ ആണവായുധമായ B-61 ഗ്രാവിറ്റി ബോംബിന്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്നത്. 1945-ൽ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ 24 മടങ്ങ് ശക്തമാണ് ഈ ആണവ ബോംബ്. 360 കിലോ ടൺ ശേഷിയുള്ളതും 3,60,000 ടൺ TNTക്ക് തുല്യവുമാണിത്. 1980കളിലെ B-61-7 മാറ്റിസ്ഥാപിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത B-61 ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബിന്റെ ഒരു ആധുനിക വകഭേദമാണ് B-61-13. B-61-12ന് സമാനമായ ആധുനിക സുരക്ഷ, കൃത്യമായ സവിശേഷതകൾ എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നു. ബോംബിന്റെ ഭാരം 360 കിലോ ടൺ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് US ആണവായുധ ശേഖരത്തിലേക്ക് ഒരു പ്രധാന കൂട്ടിച്ചേർക്കലായി മാറുന്നു. ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എൻഡ്യൂറിംഗ് സ്റ്റോക്ക്പൈലിൽ ലഭ്യമായ പ്രാഥമിക തെർമോന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബാണ് B-61 ന്യൂക്ലിയർ ബോംബ്. 2 ഘട്ടങ്ങളുള്ള റേഡിയേഷൻ ഇംപ്ലോഷൻ ഡിസൈൻ ഉൾക്കൊള്ളുന്ന ഒരു ലോ ടു ഇന്റർമീഡിയറ്റ് ഈൽഡ് സ്ട്രാറ്റജിക് ടാക്ടിക്കൽ ന്യൂക്ലിയർ ആയുധമാണിത്. വലിയ രീതിയിലുള്ള സൈനിക ലക്ഷ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനുള്ള അധിക ഓപ്ഷനുകൾ US സൈന്യത്തിന് നൽകുന്നതിനാണ് B-61-13 ഉദ്ദേശിക്കുന്നത്. ഇത് B-21 ബോംബർ വിമാനം വഹിക്കും. കൂടാതെ മൊത്തം ആണവശേഖരം വർദ്ധിപ്പിക്കാതെ തന്നെ B-61-7 സ്റ്റോക്കിന്റെ ഒരു ഭാഗം മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു. B-61-13ന്റെ ഉൽപാദനം B-61-12ന്റെ ഉൽപാദനത്തിന്റെ ചെലവിൽ വരും. B-61-13ന്റെ ത്വരിതപ്പെടുത്തിയ ഉൽപാദനം ആണവ സംഘർഷത്തിനുള്ള സാധ്യതയെയും ചൈനയുമായും റഷ്യയുമായുമുള്ള പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതിനെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. B-61-13 ഒരു ആവശ്യമായ പ്രതിരോധമാണെന്ന് US പ്രതിരോധ വകുപ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു പുതിയ ആണവായുധ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചേക്കാമെന്നാണ് വിമർശകർ വാദിക്കുന്നത്. 1963-ൽ ലോസ് അലാമോസ് നാഷണൽ ലബോറട്ടറി അതിന്റെ രൂപകൽപ്പന മുതൽ B-61 ന്യൂക്ലിയർ ബോംബിന് നീണ്ട ഒരു ചരിത്രമുണ്ട്. വർഷങ്ങളായി നിരവധി പരിഷ്കാരങ്ങൾക്കും നവീകരണങ്ങൾക്കും ബോംബ് വിധേയമായിട്ടുണ്ട്. ആകെ 13 വകഭേദങ്ങളാണ് നിർമ്മിക്കപ്പെട്ടതും. ഏറ്റവും പുതിയ വകഭേദമായ B-61-12 2020-ൽ US വ്യോമസേനയുടെ F-15E ഉപയോഗിച്ച് വിജയകരമായ പറക്കൽ പരീക്ഷണങ്ങളാണ് പൂർത്തിയാക്കിയത്. B-61-13 ഗ്രാവിറ്റി ബോംബിന്റെ നിർമ്മാണം US ആണവായുധ ശേഖരത്തിലെ ഒരു സുപ്രധാന വികസനം കൂടിയാണ്. ഇവ ആഗോള സുരക്ഷയ്ക്കും ആണവ സംഘർഷത്തിനുള്ള സാധ്യതയ്ക്കും കാരണമാകുന്നു. USഉം ചൈനയും റഷ്യയും പോലുള്ള പ്രധാന ലോകശക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ ആണവ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുമുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ആവശ്യകത കൂടുതൽ പ്രാധാന്യമർഹിക്കുകയാണ്.